ഞാൻ 3-4 തവണ വലിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഫീല്? നല്ല രസമുള്ള കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടത്. അതും ക്യാൻസർ രോഗിയായ ഉമ്മയെ. ഈ വാർത്ത പ്രചരിക്കുമ്പോൾ ആ ഉമ്മയും മകനും പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ആ ചിത്രം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതെന്താണ്? ആ ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പുഞ്ചിരിയുടെയുമൊക്കെ ഒരു സന്ദേശം അത് നൽകുന്നുണ്ട്. എന്നാൽ ലഹരിക്ക് അടിമപ്പെട്ടതോടുകൂടെ സ്വന്തം മാതാവിനെ മറക്കുകയാണ്, തിരിച്ചറിയാൻ കഴിയാതെ വരികയാണ്. പൈശാചികമായ ബോധത്തിനടിമപ്പെട്ട് നൊന്തു പ്രസവിച്ച സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ആ ഒരു മനുഷ്യന് അത് പ്രേരകമായി. അപ്പോൾ ലഹരിയുണ്ടാക്കുന്ന അപകടവും അതിൻ്റെ ഭീകരാവസ്ഥയും നമുക്ക് പറഞ്ഞു തരുന്ന, നാം കേട്ട ഏറ്റവും അവസാന ഭീകരമായ ഉദാഹരണമാണിത്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി മതമായ ഇസ്ലാം മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, ലഹരിയെ അതിശക്തമായി എതിർക്കുന്നത്. അതിൻ്റെ അനന്തരഫലം അത്രയും ഭീകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ലഹരിക്ക് അതല്ലെങ്കിൽ മദ്യത്തിന് അറബിയിൽ പറയുന്നത് ഖംറ് എന്നാണ്. ഖംറ് എന്ന പദത്തിൻ്റെ അർത്ഥം മാ ഖാമറൽ അഖിൽ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് മറയിടുന്നത് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതെ, അവൻ്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന, അവൻ്റെ ബുദ്ധിക്ക് മറയിടുന്ന എന്ത് പൈശാചിക പ്രവൃത്തിയും അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഏറ്റവും അപകടകരമായ വസ്തുവാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ ശക്തമായി എതിർക്കുകയും ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തത്. അവിടുന്ന് പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്, മദ്യത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. വക്കുല്ലു മുസ്കിരിൻ ഹറാം, അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന എന്തു വസ്തുവാകട്ടെ അതെല്ലാം നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ഇസ്ലാം ലഹരി വസ്തുക്കളുടെ, മദ്യത്തിൻ്റെ ഈ തിന്മയുടെ കവാടം കൊട്ടിയടച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് പലർക്കും മനസ്സിലാകുന്നില്ല. പലരും ഇതിനടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലഹരിക്കടിമപ്പെടുന്നതോടുകൂടെ സത്യത്തിൽ മനുഷ്യന് സമാധാനം ലഭിക്കുകയല്ല ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ സമാധാനം പോകുമെന്ന് മാത്രമല്ല, അയാളുമായി ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെയും സമാധാനം നഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഒരു ലഹരിക്കടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സങ്കല്പിച്ച് നോക്കൂ. ആ വീട്ടുകാർക്ക് ഒരു രാത്രി പോലും സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങാൻ കഴിയില്ല. ഉറപ്പാണ്. ഏതുപോലെ നമ്മെ ഉപദ്രവിക്കുന്ന അപകടകാരിയായ ഒരു വന്യജീവി നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് പാഞ്ഞു കയറി എന്ന് നിങ്ങൾ ചിന്തിക്കുക, സങ്കല്പിക്കുക. നമ്മൾ വീടിൻ്റെ അകത്ത് മുഴുവനും തെരഞ്ഞു നോക്കി, ആ ജീവി എവിടെ പോയി ഒളിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പകലന്തിയോളം നമ്മൾ തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ആ രാത്രി ആ വീട്ടുകാർക്ക് ആ വീട്ടിൽ സമാധാനത്തോടു കൂടെ ഒന്ന് ഉറങ്ങാൻ കഴിയൂല. ഇതുപോലെയാണ് ലഹരിക്കടിമപ്പെട്ട മദ്യപാനിയായ ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അയാളൊന്ന് രാത്രി എണീറ്റ് ലേറ്റിട്ടാൽ ബാക്കിയുള്ളവർക്ക് പേടിയായിരിക്കും. അയാളൊന്ന് കത്തിയെടുത്താൽ മറ്റുള്ളവരാകെ ബേജാറാവും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയെടുത്തതായിരിക്കാം. ചിലപ്പോൾ അയാൾ ലേറ്റിട്ടത് ബാത്റൂമിൽ പോകാനായിരിക്കാം. ചിലപ്പോൾ അയാൾ വാഹനം എടുക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കാം. പക്ഷേ അവിടെയുള്ള മാതാപിതാക്കളും മക്കളും ഭാര്യയും എല്ലാവരും പേടിയാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. വല്ലാത്തൊരവസ്ഥയാണിത്. എന്നാലോചിച്ച് നോക്ക്. അപ്പം അതുകൊണ്ട് ഇതേപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ വാർത്ത ഇന്നും നാളെയും 2 ദിവസം കഴിയുന്നതോടുകൂടെ അത് മാഞ്ഞു പോകും, വേറെ വാർത്ത വരും, നമ്മളത് മറക്കും. പക്ഷേ ഈ ഉമ്മയെ കൊലപ്പെടുത്തിയ ഈ വാർത്ത നമ്മൾ വായിക്കുമ്പോൾ, നമ്മളതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ഇടുമ്പോൾ 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതിൽ നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. ഒന്നാമത്തെ ഉത്തരവാദിത്വം, ലഹരി, മദ്യം അത് ഭീകരമാണ്, അതിൻ്റെ അനന്തരഫലം ഭയാനകമാണ്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ പോരാട്ടം, നമ്മുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ശക്തമായ പോരാട്ടങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും, അതിന് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് വിമുക്തമാക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നത് ഏറ്റവും നമ്മുടെയൊക്കെ വലിയൊരു ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നാളെയും അടുത്ത നിമിഷത്തിൽ ഇതേപോലെ സമാനമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഒരു രോഗി, നമ്മുടെ നാട്ടിലൊരു രോഗിയുണ്ട്, ആ രോഗിയെ ചികിത്സിക്കാൻ നമ്മൾ പിരിവ് നടത്താറുണ്ട്. എന്നാൽ ഒരു മദ്യപാനിയായ ലഹരിക്കടിമപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ പലപ്പോഴും ഈ ശ്രദ്ധയുണ്ടാകാറില്ല.
പക്ഷേ അയാളെ അതിൽ നിന്ന് വിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളും അതിലേക്ക് എത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അത് എത്രമാത്രം വലിയ ഒരു പ്രവർത്തനമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു മദ്യപാനി, ഒരു ലഹരിക്കടിമപ്പെട്ട ആളെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും മിനിമം ഒരു 30 ആൾക്കെങ്കിലും നമുക്ക് സമാധാനം കൊടുക്കാൻ കഴിയും. അയാൾക്ക് കിട്ടും, അയാളുടെ ഭാര്യയ്ക്ക്, അയാളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അതേപോലെ അയാളുടെ ഭാര്യ വീട്ടുകാർക്ക്, അയൽവാസികൾക്ക്, ഇങ്ങനെ ഒരു 30 പേർക്കെങ്കിലും സമാധാനം കിട്ടും. എന്നാലോചിച്ച് നോക്ക്. അയാൾ മദ്യപാനിയായി ലഹരിക്കടിമപ്പെട്ടാൽ ഈ ഒരു 30 പേരെങ്കിലും ഏറ്റവും മിനിമം അവരുടെ സമാധാനം നഷ്ടമാവും. വാപ്പ വരുമ്പോൾ മക്കൾ ഓടി ഒളിക്കും, ഭാര്യയ്ക്ക് ബേജാറാണ്, വാപ്പാക്കും ഉമ്മാക്കും പേടിയാണ്. അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. ഇതേപോലെ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം തിന്മകളെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ലിബറൽ ആശയങ്ങൾ. മദ്യമൊക്കെ നല്ലതാണ്, ഒരു അതിർത്തിയും ഒന്നുമില്ലാതെ ഇതൊക്കെ ജനങ്ങൾ ആസ്വദിക്കട്ടെ, യാതൊരു മതിൽക്കെട്ടും വേണ്ടെന്ന് പറഞ്ഞ് ധാർമ്മിക മൂല്യങ്ങളെ മുഴുവനും കൊഞ്ഞനം കാട്ടി മദ്യത്തെയും തിന്മകളെയും എതിർക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെയൊക്കെ കളിയാക്കി പുതിയ തലമുറ ഇതിനെയൊക്കെ വാരിപ്പുണരുകയാണ്. ഇത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നിരോധിക്കരുത്, കഞ്ചാവൊന്നും നിരോധിക്കരുത്, അതൊക്കെ നല്ല രസമാണെന്നാണ് പറയുന്നത്. കേട്ടു നോക്ക്. നിരോധിച്ചൂടാ. ഞാനൊക്കെ ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ മാടക്കടയൊക്കെ കിട്ടും, എല്ലാവരും വലിക്കത്തൊന്നുമില്ല. കുറച്ച് പേര്, ഞാൻ 3-4 തവണ വലിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഫീല്? നല്ല രസമുള്ള കാര്യമാണ്. കഞ്ചാവ് വലിക്കുന്ന നല്ല രസമുള്ള, നല്ല രസം തന്നെയാണ് അല്ലേ? നല്ല രസമുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. സ്വന്തം ഉമ്മാനെ കഴുത്തറുത്ത് കൊല്ലുക, സ്വന്തം വാപ്പാനെ കൊല്ലുക, ഭാര്യയെ ചവിട്ടി തേക്കുക, മക്കളെ ആട്ടി വിടുക, സ്വന്തം മകളെ കൊല്ലുക, ഇതൊക്കെ നല്ല രസമുള്ള കാര്യം തന്നെയല്ലേ? അപ്പോൾ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പുതുതലമുറയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പുതുതലമുറയും ഇതൊക്കെ കേട്ടിട്ട് പറയണത് എന്താ, അത് നല്ല തന്നെയല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. എന്താണ് തോന്നിയത്? കേട്ടില്ല സുഹൃത്തുക്കളെ? അപ്പം ഇങ്ങനെ പോയാൽ ഇനിയും ഇതും ഇതിനേക്കാൾ വലുതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. പുതുതലമുറയെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മുടെ സമുദായത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം അപകടകരമായ ആശയങ്ങൾക്കെതിരിലുള്ള പോരാട്ടവും കൂടി ഇത്തരം തിന്മകൾ കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതല്ലാതെ കേവലം ആ വാർത്ത കേട്ട് വല്ലാതെ സങ്കടപ്പെട്ട് അതങ്ങ് മാറി അതൊന്നും മറന്നു കളയുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമുക്കുണ്ടാകേണ്ടത് എന്നുകൂടെ ഇതിനോടനുബന്ധമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലൂടെ മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.